സ്നുബാസോണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും പുതിയ മെറ്റീരിയലൊക്കെ വാങ്ങിയിട്ട് ചെയ്യേണ്ടതെന്ന്. പുതിയ മെറ്റീരിയൽ ഒന്നും നിങ്ങൾ വാങ്ങണ്ട. ഈ ഫോട്ടോയിൽ കാണുന്ന ഗൗൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ 2 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 4 വയസ്സായ ഒരു കുട്ടിക്കുള്ള അളവിലാണ് ഞാൻ 2 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പഴയ ഗൗൺ ഞാൻ എടുത്തിട്ടുണ്ട്. ഡെലിവറി കഴിഞ്ഞ് മിക്ക ആൾക്കാർക്കും ഇതുപോലെ പാകമാവാത്ത ഗൗണുകൾ കുഴപ്പമൊന്നുമില്ലാതെ പുതിയതായിട്ടുള്ള ഗൗണുകളൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ഫ്രോക്കൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ 2 യോക്ക് ഭാഗം സ്കേർട്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ 2 സ്ലീവ് ഒന്ന് കട്ട് ചെയ്യുക. ഇനി എത്രയാണോ നമുക്ക് യോക്ക് ലെങ്ത് വേണ്ടത് എന്ന് വെച്ചാൽ അത്രയും കട്ട് ചെയ്ത് മാറ്റുക. ഈ ഗൗണിൻ്റെ യോക്ക് ഭാഗം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രോക്കിൻ്റെയും യോക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഗൗണിന് ടക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും ഫ്രണ്ടിലും ബാക്കിലും. അതൊക്കെ ഒന്ന് സ്റ്റിച്ചൊക്കെ വിടർത്തി നന്നായി അയൺ ചെയ്തതിന് ശേഷം യോക്ക് ഭാഗം നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്യാണ്. ഇങ്ങനെ 4ആയി ഫോൾഡ് ചെയ്യുക. ഇനി ഷോൾഡർ നമുക്ക് മെഷർ ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5.5 അതുപോലെ തന്നെ കൈക്കുഴിയും 5.5 എടുക്കുക. 5.5 ഇഞ്ചാണ്, സെൻറ്റിമീറ്റർ അല്ല. ഞാൻ എല്ലാം ഇഞ്ച് കണക്കിലാണ് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ്. നെക്കിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ളത് 2.5 ആണ്. ലെങ്ത്തും 2.5 എടുത്തിട്ടുണ്ട്. ഇത് ബാക്ക് ലെങ്ത് ആണ് 2.5 എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ട് ആകുമ്പോൾ ഇത് ഒന്നിച്ച് വെട്ടിയതിന് ശേഷം ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് നെക്കൊന്ന് കുറച്ച് ഇറക്കി വെട്ടി കൊടുത്താൽ മതി. ഇനി ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് ചെറുതായി ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഫ്രണ്ട് നെക്കൊന്ന് കുറച്ചൊന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിത് സ്റ്റിച്ചിങ് കുറച്ചെങ്കിലും അറിയുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് സ്പീഡിൽ പറയുന്നത്. ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്, ലൈനിങ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഫ്രണ്ട് ഭാഗം ഞാൻ ലൈനിങ് വെച്ചിട്ട് ഇതാ ഒന്ന് നന്നായി ഒന്ന് നെക്കിന് ചുറ്റും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നീങ്ങില്ല, അപ്പോൾ വേഗം സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ 2 നെക്കും യോജിപ്പിച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട്. ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിച്ച് കൊടുക്കാം. ലൈനിങ് ഒക്കെ വെച്ച് നെക്ക് അടിച്ചതിന് ശേഷം നമ്മൾ മറിച്ചിട്ടിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് നെക്കിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യരുത്. അത് നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിതാ ബാക്ക് നെക്ക് താഴെയും ഫ്രണ്ട് നെക്ക് മുകളിലായിട്ട് വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലൈനിങ്ങിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഫ്രണ്ടിലോട്ട് മറിച്ചിട്ടിട്ടാണ് ഞാനിവിടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിലാണ് കേട്ടോ വെക്കേണ്ടത്. ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ലീവിൻ്റെ അടയും ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യോക്ക് പോർഷനിലെ എല്ലാതും കഴിഞ്ഞു. സ്ലീവ് ഞാൻ മടക്കി തയ്ച്ചു. നെക്കൊക്കെ
സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് ഭാഗം നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയ ഗൗണിൻ്റെ സ്കേർട്ട് വെച്ചിട്ട് തന്നെയാണ് ഈ ഫ്രോക്കിനും സ്കേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വർക്ക് താഴെ വരുന്ന വിധത്തിലാണ് ഞാൻ ഈ ഫ്രോക്കിന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ താഴെ നിന്ന് മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ബാക്കിലും ഫ്രണ്ടിലും പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്.